ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ടെലിഫോണിൽ സംസാരിച്ച് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിലിൽ ചൈനയും തായ്വാനും സന്ദർശിക്കുമെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വാണിജ്യം, സൈനിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. അമേരിക്കയിൽ നിന്നും സോയ വിമാനം, എഞ്ചിനീയർ തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച് സംസാരിച്ചുവെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ചൈനയുമായി കൂടുതൽ അടുക്കാനാണോ ട്രംപിന്റെ ശ്രമം, അതോ കാനഡയുമായുള്ള ചൈനയുടെ ബന്ധം ട്രംപിന് വെല്ലുവിളിയാകുന്നെന്ന തിരിച്ചറിവാണോ ഇതിന് പിന്നിലുള്ളത്? അമൃത, ഈ രണ്ട് വിഷയങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയങ്ങളിൽ ഓരോ വിഷയങ്ങളും പരിശോധിക്കുമ്പോൾ അമേരിക്ക ചൈനയുമായുള്ള വാണിജ്യ ബന്ധം ശക്തമാക്കുന്നതിനും നമുക്കറിയാവുന്നതാണ് 45% ശരാശരി താരിഫ് ചുമത്തിയ ഒരു രാജ്യം കൂടിയാണ്. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ചൈന അതിശക്തമായ ബന്ധം കാനഡയുമായി ആരംഭിക്കുന്ന ഒരു നീക്കവും ഉണ്ടായി. കാനഡയുമായി പല വ്യാപാര ധാരണകളിലേക്കും എത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ധാരണയിലേക്ക് ടെലിഫോൺ സംഭാഷണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയതും ടെലിഫോൺ സംഭാഷണം നടക്കുകയും ചെയ്തത്. ചൈന തങ്ങളുടെ ഏറ്റവും മികച്ച സുഹൃത്താണെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തിപരമായും തനിക്ക് നല്ല സുഹൃത്തെന്നും ഈ സമൂഹ മാധ്യമക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഗൗരവമേറിയ നിലപാടുകൾ ട്രംപ് അറിയിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ ചില മറ്റു വിശദീകരണങ്ങൾ കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. സോയ ഇറക്കുമതി സംബന്ധിച്ച് 20 ദശലക്ഷം ടണ്ണിന്റെ സോയ ഇറക്കുമതി സംബന്ധിച്ച ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അടുത്ത വർഷം അത് 25 ആക്കുമെന്ന് അറിയിക്കുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ സോയ ഇറക്കുമതി സംബന്ധിച്ച് ചില ചർച്ചകളും ചില സംഘർഷങ്ങളും എല്ലാം തന്നെ ചൈനയുമായി നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനും അതിനെ നികുതി ചുമത്തുന്നതിനുമുള്ള തീരുമാനമെടുക്കുമെന്നൊക്കെ ചൈനയുടെ ഭാഗത്തു നിന്ന് നിലപാടുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോഴാണ് എത്ര കണ്ട് ഗൗരവമേറിയതാണ് ഈ നിലപാടുകൾ, അല്ലെങ്കിൽ ഇവർ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് എന്നതും വ്യക്തമാണ്. മാത്രമല്ല, ഏപ്രിലിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തലസ്ഥാനമായ ബീജിംഗ് സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. തായ്വാനും സന്ദർശിക്കുമെന്ന് അതോടൊപ്പം അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട്. ടെലിഫോണിൽ സംസാരിച്ച് വിശദമായ കാര്യങ്ങൾ സംസാരിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശാക്തീകരിക്കുന്നതിനുള്ള നീക്കം നടത്തുകയും ചെയ്തു എന്ന് വിശദമായൊരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം നൽകുന്നത് കൃത്യമായും കാനഡയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കാനഡ ചൈനയുമായി അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കാനഡയുമായി അടുക്കുന്ന സാഹചര്യത്തെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക എന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന നിലപാട് ട്രംപ് അറിയിക്കുകയാണ്. ചില മാധ്യമ നിരീക്ഷകരും അതുപോലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ നിരീക്ഷിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഇതൊരു അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്, കാനഡയ്ക്കുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ചൈനയുമായുള്ള ബന്ധം ശാക്തീകരിക്കുന്നതിലൂടെ മികച്ച ഉഭയകക്ഷി ബന്ധം സ്ഥാപിക്കുക എന്നതിനപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ അജയ്യത നിലനിർത്തുന്നതിനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായി അമേരിക്ക ഇക്കാര്യത്തെ കാണുന്നുണ്ട് എന്നതും വാസ്തവമാണ്.